ഹിപ്പ് ഹോപ്പ് സോങ്ങുകൾക്കുള്ള സ്പേസ് ഈ സിനിമയിലില്ല സത്യം പറഞ്ഞാൽ. അത് ആവശ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം വരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുക. ഒരു സിനിമ എടുത്താൽ ഒരു ഹിപ്പ് ഹോപ്പെങ്കിലും വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങനെ പല സിനിമകളിലും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ സിനിമ പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു പവർ ട്രാക്കെങ്കിലും ഹിപ്പ് ഹോപ്പൊക്കെ എഴുതാവുന്ന പരിപാടികൾ ആലോചിക്കാവുന്നതാണ് ഇപ്പോൾ. കാരണം എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ജോണറാണ്. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നെറേറ്റീവ് പാറ്റേൺ പോലും അല്ല. ഈ സിനിമയുടെ പരിവാർ എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഇവർ നെറേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കണ്ടംപററി ആയിട്ടാണെങ്കിലും അത് ഒരു പക്ഷേ അതിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരാണ്. അവരുടെ അനുഭവങ്ങളും അവരുടെ പശ്ചാത്തലങ്ങളും അവരുടെ കുടുംബവും ഒക്കെയുള്ള ഇതിലാണ് അതിൽ. അപ്പം ഞങ്ങൾ ഈ ഹിപ്പ് ഹോപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച കഥാതന്തുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സന്തോഷം എഴുതിയ ഇതിനകത്ത് ഈ നമ്മുടെ ഓട്ടംതുള്ളൽ കവിതകൾ പലരും കുഞ്ചനമ്പ്യാരോ വായിച്ചിട്ടുണ്ടാവും. അത് ശരിക്കും കോമഡിയാണല്ലോ, ആക്ഷേപഹാസ്യമാണ്, സെറ്റയറാണ്. അതായത് രാജാവിനെ പോലും കളിയാക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അത് ഈ ഓട്ടംതുള്ളലിൻ്റെ മട്ടിൽ നമ്മൾ ഇതിനകത്തൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷെ നമ്മുടെ മ്യൂസിക് ബാക്കിങ്ങും അതിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ വളരെ കണ്ടംപററിയാണ്, പുതിയ തലമുറയ്ക്ക് ആസ്വദിക്കാവുന്ന രീതിയിലാണ്. പക്ഷെ കവിത ഓട്ടംതുള്ളലിൻ്റെയാണ്. ഇപ്പം ഇദ്ദേഹം സീരിയസ് ആയിട്ട് മറ്റേ നാരായണിയുടെ മക്കൾ എന്ന് പറയുന്ന സിനിമയിലെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആ ഓട്ടംതുള്ളലിൻ്റെ 2 വരികൾ ഞാനത് സൂചിപ്പിക്കുക. അതായത് ആഹാശത്രുവിനാകിലുമിഹ ഭുവി ശിവനേ ഇപ്പടി വരരുത് യോഗം ഉറ്റവർ മുഴുവൻ ഒരുത്തനെ വേഗം കാലന് നൽകാൻ ധൃതിയിലോട്ടം എന്നാണ് 4 വരി തുടങ്ങുന്നത്. ഉറ്റവർ മുഴുവൻ ഒരുത്തനെ വേഗം കാലന് നൽകാൻ ധൃതിയിൽ ഓട്ടം നടക്കുവാണെന്ന് പറയുന്ന വരിയാണ്. കാർന്നോർക്കില്ല മരിക്കാനിഷ്ടം ബന്ധുജനത്തിനത് അത്യാവശ്യം എന്ന് പറയുന്ന വരികളൊക്കെയാണ് ആ പാട്ടിൽ വരുന്നത്. അപ്പൊ അത് വളരെ രസകരമായിട്ട് അത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും കുഞ്ചാമ്പ്യാരാണ് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് തോന്നും. അത്രയും കൃത്യമായിട്ടുള്ള മീറ്ററിങ്ങിലാണ് സന്തോഷത എഴുതിയിട്ടുള്ളത്. അത്രയും രസകരമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് നമ്മള് ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയും. നമ്മള് പറയുമ്പോൾ ഒരാളുടെ മൃതിയെ കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിലും നമ്മൾ പിന്നീട് ഒക്കെയാണ് അത് നമ്മൾ പറയുമ്പോൾ ന്യൂസായിട്ട് വരുമ്പോൾ നമുക്കത് ട്രാജഡിയാണ്. പക്ഷെ അവിടെ ഇത് എന്തെങ്കിലും ഇത് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മക്കളെ പറയാൻ പ്രേരിപ്പിക്കുന്ന കഥാസന്ദർഭങ്ങളൊക്കെയാണ്. പക്ഷെ അതിന് മൂല കാരണമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അച്ഛൻ്റെ കയ്യിൽ ഒരു കാര്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വളരെ കീ ഫാക്ടറാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു എപ്പിസോഡ്. അതാണ് ഭീമൻ, ഇന്ദ്രൻ ചേട്ടനൊക്കെ അവതരിപ്പിക്കുന്നത്. ഭീമൻ എന്നുള്ള ക്യാരക്ടറൊക്കെ അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസക്തിയൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും 2024 ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഇതിലെ സഹദേവൻ. അത് യാതൊരു സംശയമില്ല. കാരണം 2024 എല്ലാം നല്ല ചിത്രങ്ങളായിരുന്നു, ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. ഞാൻ അഭിനയിച്ചത് കൊണ്ട് ഹിറ്റായതല്ല, ഹിറ്റായ ചിത്രങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിൽ അങ്ങനെ അപ്പോൾ പോലും കുറച്ച് പേര് എന്നെ വിമർശിച്ചു, ഈ സ്ഥിരം സ്റ്റീരിയോ ടൈപ്ഡ് ആവുന്നു, അച്ഛനാവുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിലങ്ങനെ ആരോപണം വരില്ല, കാരണം ഇതിലെനിക്ക് കുട്ടികളില്ല. അപ്പം അതുകൊണ്ട് അവിടെ തന്നെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. മാത്രമല്ല ഇതിനകത്ത് എന്താ പറയുക, വിമർശനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിമർശനം വരാതെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ നോക്കിയാൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായിട്ടോ ഏതെങ്കിലും പാർട്ടിയുമായിട്ടോ ബന്ധമുണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ പരിഹസിച്ചിട്ടില്ല, അതിനെ നിരീക്ഷിച്ച് കഥാപാത്രത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അത് ഏത് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമാണ്, ഏത് പ്രത്യയശാസ്ത്രമാണെന്ന് വേണമെങ്കിൽ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാം. പക്ഷെ അതിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങളോട് കയർക്കാനോ ക്ഷോഭിക്കാനോ ഉള്ള രീതിയിൽ ഒരു പാർട്ടിയെ ഞങ്ങൾ പരിഹസിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം വേറിട്ടൊരു വേഷം തന്നെയാണ്. മനുഷ്യൻ്റെ പൈസയോടുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ, അത് ഞാൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളതിൽ അല്പം കൂടുതൽ കാശിനോട് ആർത്തിയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു വരിയുണ്ട്, സഞ്ചയനത്തിന് മുന്നേ തന്നെ സഞ്ചികൾ തപ്പാൻ വഞ്ചക വൃന്ദം എന്ന് പറയുന്ന ഒരു വരിയുണ്ട് ഈ പാട്ടിൽ. സഞ്ചയനത്തിന് മുന്നേ തന്നെ സഞ്ചികൾ തപ്പാൻ വഞ്ചക വൃന്ദം ഇറങ്ങിയിരിക്കുകയെന്ന് പറയും. അപ്പോൾ ഈ
വഞ്ചകരാരാണ് എന്നൊക്കെ പറയുന്ന കാര്യം. മാത്രമല്ല എൻ്റെ ഡയലോഗ് ഉണ്ട്, മനുഷ്യന് ജീവിച്ചിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. ഇപ്പൊ സ്വന്തം അച്ഛനെ കുറിച്ച് പറയുകയാണ്. അപ്പം മനുഷ്യരുടെ ഒരു എന്താ പറയുക, കാശിനോടുള്ള ആ ഒരു അത്യാഗ്രഹം. അപ്പോൾ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോഴും അച്ഛൻ പെട്ടെന്ന് മരിച്ചാൽ അത്രയും പെട്ടെന്ന് നമുക്ക് അച്ഛൻ്റെ സ്വത്ത് കിട്ടുന്ന ചിന്തിക്കുന്ന മക്കൾ ഈ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ചെറിയ അതൊരു ഉപദേശ രൂപേണ അല്ലെങ്കിൽ സന്ദേശ രൂപേണ ഒന്നും അല്ലെങ്കിലും ഇത് കണ്ടാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും ടച്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ പിന്നെ അവിടെ ആകാശത്ത് കിടക്കാൻ പറ്റുമോ? കട്ടിൻ്റെ മുകളിൽ തന്നെ കിടക്കുന്നത്. അതായത് ഞാൻ പറയട്ടെ, ഞാൻ ഇംഗ്ലീഷും ഇതൊന്നും എനിക്കറിയില്ല, വിദ്യാഭ്യാസ സ്കൂളിലൊന്നും പോകാത്ത ആളാണ്. അപ്പോൾ പച്ച മലയാളത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറഞ്ഞുതരാം. കട്ടിൻ്റെ മുകളിൽ കിടക്കുക, ശ്വാസം വലിക്കുക, അവസാനം ചത്തുപോവുക. ഇപ്പം തന്നെയാണുള്ളത്. ആ എങ്ങനെ? അതൊരു നടന് പ്രശ്നമല്ല, നടനായിരിക്കണം. വെറുതെ വായോന്ന് പറഞ്ഞുകൊണ്ടായില്ല. അഭിനയം പഠിച്ച് ചെയ്യണം. നടനെ കൊണ്ട് അതും ചെയ്യാൻ പറ്റും, അതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റും. ഈ സാറ് യോഗയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ മക്കളെല്ലാവരും കൂടെ പന്തലിക്ക് കെടുത്തുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ബോഡി മൊത്തം നമ്മൾ വിചാരിക്കുന്ന പുള്ളി നോർമലായിട്ട് ഇങ്ങനെ കെടുക്കുന്ന പോലെ കെടുക്കുന്ന വിചാരിച്ചു. പക്ഷെ പുള്ളി കൂടുതൽ ബോഡി സ്ട്രക്ചർ ചെയ്ത് ഒരു സ്റ്റിഫായി നിന്നിട്ടാണ് എല്ലാവരും കൂടെ കെടുത്തുന്നത്. നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും പുള്ളി അത്ര എഫേർട്ട് ഇട്ടുണ്ട് അപ്പുറത്തിന് വേണ്ടിയിട്ട്. അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ദൈവാധീനം. പിന്നെ എൻ്റെ പുറത്തിറങ്ങിയ ആദ്യത്തെ പടമാണ്. എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. ആ അതെ, നല്ല പിള്ളേരെ. എൻ്റെ മോനേക്കായാലും നല്ലതാണ്. എന്തോ എനിക്കോ? എനിക്ക് കൂടെ സാറിന് എത്ര വയസ്സ്? സാറിന് 40 വയസ്സെന്ന് പറയുന്നത്. എനിക്ക് 63 വയസ്സുണ്ട്. ഇല്ല ഇല്ല, വേറെ എൻ്റെ അനിയനായിരുന്നു. ഉണ്ട്. സാറിനെ വെട്ടാൻ ആർക്കും പറ്റത്തില്ല. എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ശരിയാകുന്നുണ്ടോ സാറേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്. അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. അവനിവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുക. ആ ഉണ്ട്. എന്നെ അവൻ ഇത്ര ആക്കിയത് അവനാ. എനിക്ക് എല്ലായിടത്തും അത് പറയണമെന്നുണ്ട്.